മംഗളൂരുവിലെ ബജരംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ചെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതയിലാണ് മംഗളൂരു നഗര പ്രദേശങ്ങളും. ഏതായാലും അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മംഗളൂരു നഗരത്തിൽ 144 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സായുധ പോലീസിനെയും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ദക്ഷിണ കന്നഡ ജില്ലയിൽ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 6 മണി വരെയാണ് ബന്ദ്. ഏതായാലും ബന്ദ് പൂർണ്ണമാണ്. വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല. വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്നു. ഇന്ന് രാവിലെ ഒരു സ്വകാര്യ ബസ്സിന് നേരെ കല്ലേറുണ്ടായതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടയിൽ ബണ്ട്വാളിൽ ഒരാൾക്ക് കുത്തേറ്റതായി ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ സംഘർഷ സാധ്യത മംഗളൂരും പരിസര പ്രദേശങ്ങളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായി എന്ന് വേണം പറയാൻ. ഇന്നലെ രാത്രി 8 കൂടിയാണ് ഇത്തരത്തിൽ സുഹാസിനെ ഒരു സംഘം ആളുകൾ കാറിലെത്തി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതായത് ആളുകൾ നോക്കി നിൽക്കെ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. 6ഓളം പേരാണ് ഈ കൊലപാതകത്തിൽ പങ്കുള്ളതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് വ്യക്തമായത്. ഏതായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയായ അഷ്റഫിനെ ഒരു കൂട്ടം ആളുകൾ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് തുടർച്ചയായാണോ ഈ കൊലപാതകം? അതല്ല, ഈ സുഹാസ് നേരത്തെ 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. അത് മാത്രമല്ല പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിൽ കൂടി ഉൾപ്പെട്ട ഒരാളാണ്. അത് ആ രീതിയിൽ ഏതെങ്കിലും വ്യക്തിവൈരാഗ്യമോ പകയോ കൊണ്ട് നടത്തിയ കൊലപാതകമാണ്. ഇതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായാലും ADGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മംഗളൂരുവിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ഇത്തരത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. എന്തായാലും അക്രമ സംഭവങ്ങൾ വ്യാപിക്കാതിരിക്കാൻ കേരള കർണാടക അതിർത്തിയിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. വാഹന പരിശോധന, അതിർത്തിയിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ജാഗ്രതയിലാണ് മംഗളൂരുവും പരിസരവും പ്രദേശങ്ങളും. കാരണം നമുക്കറിയാം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വലിയ സംഘർഷം ഉണ്ടായ പ്രദേശമാണ് മംഗളൂരുവിൽ. ചെറിയ പ്രശ്നങ്ങൾ പോലും അത് വലിയ കൊലപാതകത്തിലേക്കൊക്കെ തുടർച്ചയായ കൊലപാതക പരമ്പര തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലും നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും ഈ അഷ്റഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 20 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ ഒരാളെ കൂടി ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആകെ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 21ആയി. 30ഓളം പേർക്കെതിരെയാണ് ഈ സംഭവത്തിൽ പോലീസ് FIR ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഇന്നലെ. ഇതേ തുടർന്ന് പുതിയ സംഘത്തെ രൂപീകരിച്ചാണ് ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതായാലും സുഹാസ് ഷെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ആരും തന്നെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം വ്യക്തമായി ഈ ദൃശ്യത്തിൽ നിന്നും ഇതാരാണ് കൊലപാതകം ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം മംഗളൂരു നഗരത്തിലും ഉണ്ട്. ഏതായാലും ഇന്ന് ബന്ദ് ആചരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനവും രാവിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഈ അക്രമ സംഭവങ്ങൾ കൂടുതൽ വ്യാപിക്കാതിരിക്കാനാണ് പോലീസിനെ കൂടുതൽ ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ളത്. സായുധ സേനയെ ഉൾപ്പെടെ വിന്യസിച്ച് ക്രമസമാധാന പാലനം അത് ഉറപ്പുവരുത്താനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. ആഭ്യന്തര വകുപ്പും ഈ സംഭവം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുടർച്ചയായ 2 കൊലപാതകങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരാൾക്ക് വെട്ടേറ്റതായുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നതോടുകൂടി വലിയ ആശങ്കയിലാണ് ഇപ്പോൾ മംഗളൂരു നഗരവും ഉള്ളത്. എന്തായാലും ഈ സുഹാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി, ചോരപുരണ്ട കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ പ്രതികൾക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. മംഗളൂരിൽ നിന്നും KV ബൈജു, News 18.